ഇന്ന് നമ്മൾ ബയോളജി സ്റ്റാർട്ട് ചെയ്യാണ്. ബയോളജിയിൽ നമുക്കുള്ള ആദ്യത്തെ ചാപ്റ്റർ ദ കിങ്ഡംസ് മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ ആൻഡ് ഫഞ്ചി. രണ്ടാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പബ്ലിക് എക്സാമിനുള്ളത്. ദ കിങ്ഡം മൊണീറ, പ്രോട്ടോക്ടിസ്റ്റ ആൻഡ് ഫഞ്ചി. അപ്പം 3 കിങ്ഡത്തിനെ കുറിച്ചാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തത് കിങ്ഡം മൊണീറ. കിങ്ഡം മൊണീറയിൽ മെയിനായിട്ട് വരുന്നത് ബാക്ടീരിയാസാണ്. അപ്പോൾ ബാക്ടീരിയനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ബാക്ടീരിയ എന്ന് പറയുന്നത് ഡിസീസ് കോസിങ് ആണ്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതേപോലെ തന്നെ എന്താണ്, ചില ബാക്ടീരിയാസ് നമുക്ക് ബെനിഫിഷ്യലാണ്, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ബാക്ടീരിയയിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ബൈനറി ഫിഷൻ വഴിയാണ്. 1 2 ആവും, പിന്നെ ആ 2 എണ്ണം പിന്നെ 2 അതിൻ്റെ ബോഡി വിഭജിച്ചാണ് എന്തുണ്ടാവുന്നത്, അവരുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി ഇതെന്താണ്, ഒരു പ്രൊക്കാരിയോട്ടാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് പ്രൊക്കാരിയോട്ടാണ്. പ്രൊക്കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, ഒരു ബൗണ്ടറി അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ടറിക്ക് ഉള്ള ഒരു ന്യൂക്ലിയസ് ഇല്ലാത്തതാണ് പ്രൊക്കാരിയോട്ട്സ് എന്ന് പറയുന്നത്. അവരുടെ സെൽ വോളിലുള്ള മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൺ. അപ്പോൾ പ്രൊക്കാരിയോട്ട്സിൻ്റെ സെൽ വോളിലെ മെയിൻ കമ്പോണൻ്റ് ആണ് പെപ്റ്റിഡോ ഗ്ലൈക്കൺ. ഇനി ഇതൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഡിസീസ് കോസിങ് ആണെന്ന് പറഞ്ഞു അല്ലേ ബാക്ടീരിയ. എന്തൊക്കെ ഡിസീസുകളാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിൽ ഒന്നാമത്തത് കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ. കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് വിബ്രിയോ കോളറെ. ഇനി ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയയാണ് സാൽമോണല്ല ടൈഫി. ഇനി അടുത്തൊരു അസുഖമാണ് ടെറ്റനസ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ടെറ്റനസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. നെക്സ്റ്റ് ട്യൂബർക്കുലോസിസ്, നമുക്കറിയാം ക്ഷയരോഗമാണ്. ക്ഷയരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട, ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, പക്ഷെ നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട ബാക്ടീരിയാസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കാം, 1 വേർഡൊക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ബാക്ടീരിയയുടെ ബെനിഫിഷ്യറി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, നമുക്ക് എന്തൊക്കെ ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസാണ് ബാക്ടീരിയ നടത്തുന്നതെന്ന് നോക്കാം. അതിലൊന്നാമത്തത് എന്താണ്, നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ ചെടികളുടെ വേരുകളിലൊക്കെ നമ്മളിങ്ങനെ ഒരു മുഴ പോലെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്താണ്, അതൊക്കെ ബാക്ടീരിയൽ കോളനീസാണ്. അപ്പോൾ നമ്മൾ ഇടവിളയായിട്ട് പയർ നടാറുണ്ട്. ചെടികൾക്ക് സാധാരണ ഇപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡോ ഓക്സിജനോ അങ്ങനെയുള്ള സാധനങ്ങൾ വലിച്ചെടുക്കുന്നത് പോലെ ഡയറക്റ്റായിട്ട് അവർക്ക് നൈട്രജനെ വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല. നൈട്രജൻ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എങ്ങനെയാണ്, നൈട്രജൻ ഡൈ ഓക്സൈഡോ അല്ലെങ്കിൽ നൈട്രജൻ ട്രൈ ഓക്സൈഡോ ഒക്കെ ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളതിനെ ഫിക്സ് ചെയ്തിട്ട് നൈട്രജൻ ആക്കി മാറ്റാനായിട്ട് ബാക്ടീരിയാസിനെ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയാസാണ് എന്ത്, നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ. പയർ ചെടികളിലൊക്കെ ഇത് കാണാറുണ്ട്. അപ്പം നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇടവിളയായിട്ട് പയർ നടും. പയർ നടുന്നതിൻ്റെ ഗുണം എന്താണ്, ആ പയർ നട്ട് കഴിയുമ്പോൾ ആ വേരുകളിലുള്ള ബാക്ടീരിയാസ് ആ മണ്ണിലുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അടുത്ത കൃഷി ചെയ്യുമ്പോൾ എന്താണ്, അതിന് വേണ്ട നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് നമുക്കതിൽ കിട്ടും. അപ്പോൾ അതിനുള്ള എക്സാമ്പിളുകളാണ് അസറ്റോബാക്ടർ, റൈസോബിയം. അസറ്റോബാക്ടറൊക്കെ എന്താണ്, നൈട്രജൻ ഫിക്സിങ് ആയിട്ടുള്ള ബാക്ടീരിയാസാണ്. അതേപോലെ തന്നെ വേറൊരു സ്ട്രെപ്റ്റോമൈസസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അത് സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രെപ്റ്റോമൈസസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ലാക്ടോബാസിലസ്, തൈരിലൊക്കെ ഉള്ളതാണ് ലാക്ടോബാസിലസ്. അത് മിൽക്കിനെ തൈരാക്കാനായിട്ട്, പാലിനെ തൈരാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. ഇനി സീവേജ് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട്, അതായത് വേസ്റ്റ് മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നൊരു ടൈപ്പ് ബാക്ടീരിയനെ യൂസ് ചെയ്യുന്നുണ്ട്. സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മെത്തനോജനിക് ബാക്ടീരിയ എന്ന് പറയുന്നൊരു ടൈപ്പ് ബാക്ടീരിയനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബാക്ടീരിയയുടെ ഗുണവും ദോഷവും. ഗുണം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദോഷം എന്ന് പറയുന്നത് എന്താണ്, അവർ ഡിസീസ് കോസിങ് ആണ്. ഇനി ബാക്ടീരിയയോടൊപ്പം തന്നെ സയനോ ബാക്ടീരിയ, 2 ടൈപ്പ് ബാക്ടീരിയസാണ്, ബാക്ടീരിയയും സയനോ ബാക്ടീരിയയും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ എന്താണ്, സ്മോളർ സൈസാണ്.
അപ്പോൾ സൈനോ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ സാധാരണ ബാക്ടീരിയനേക്കാളും കുറച്ചും കൂടി വലിയ സൈസുള്ള സെല്ലാണ്. നമ്മുടെ ബാക്ടീരിയ, സാധാരണ ബാക്ടീരിയകൾ ഫ്ലജെല്ല എന്ന് പറയുന്ന ഒരു വിപ്പ് ലൈക്ക് ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. സൈനോ ബാക്ടീരിയയ്ക്ക് ആ ഫ്ലജെല്ല ഉണ്ടായിരിക്കില്ല. ഇനി ചില ബാക്ടീരിയാസ് ഫോട്ടോസിന്തസിസ് നടത്തുന്നുണ്ട്, പക്ഷെ അവർ ഓക്സിജനെ റിലീസ് ചെയ്യില്ല. ഫോട്ടോസിന്തസിസ് പോലെയുള്ള പരിപാടി നടത്തുന്നുണ്ട്, പക്ഷെ ഓക്സിജനെ റിലീസ് ചെയ്യില്ല. പക്ഷെ സൈനോ ബാക്ടീരിയ അങ്ങനെയല്ല. എന്താണ്, ഫോട്ടോസിന്തസിസ് നടത്തുകയും ചെയ്യും, അതോടൊപ്പം തന്നെ എന്താണ്, ഓക്സിജൻ റിലീസ് ചെയ്യുകയും ചെയ്യും. കാരണം അതിൽ മറ്റേ ഫോട്ടോസ് നടത്താനുള്ള പിഗ്മെൻറ്റ്സ് അവരിൽ അവൈലബിൾ ആണ്. ഇതാണ് മെയിനായിട്ട് ബാക്ടീരിയയും സൈനോ ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസുകൾ വരുന്നത്. ഇത്രയാണ് നമുക്ക് കിങ്ഡം മോണീറയെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് കിങ്ഡം എന്ന് പറയുന്നത് പ്രോട്ടോക്ടിസ്റ്റിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അമീബേനെ കുറിച്ച് പറയാം. നമുക്കറിയാമല്ലേ, അമീബേനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അമീബ എങ്ങനെയാണ്, സിംഗിൾ സെൽഡ് ആണ്. അപ്പോൾ ആ ഒരു സെല്ല് തന്നെയാണ് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് എൻഡമീബിയും അതേപോലെ തന്നെ പ്ലാസ്മോഡിയാണ്. എൻഡമീബ എന്ന് പറയുന്നത് അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു അസുഖം ഹ്യൂമൻസിൽ വരുത്തുന്നതാണ് എൻഡമീബ ഹിസ്റ്റോൺ. ഇനി പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് എന്താണ്, ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. മലേറിയ എന്ന് പറയും, മലമ്പനി എന്ന് പറയുന്ന ഒരു അസുഖം നമുക്ക് വരുത്തുന്ന രോഗകാരിയാണ് പ്ലാസ്മോഡിയം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് 2 ടൈപ്പിലുള്ള റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. സെക്ഷലുണ്ട്, അസെക്ഷലുണ്ട്. ഇതിൽ സെക്ഷൽ ഫേസ് നടക്കുന്നത് നമുക്കറിയാം, എന്താണ്, മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണെന്നറിയാം അല്ലേ. അപ്പോൾ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അവരുടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഹ്യൂമൻ ബ്ലഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതേപോലെ വേറെ ഒരു പ്രോട്ടോക്ടിസ്റ്റ്, ആ ഒരു കിങ്ഡത്തിൽ വരുന്ന വേറെ ഒന്നാണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഈ ഡയാറ്റംസ് ഫ്രഷ് വാട്ടറിലും മെറൈൻ വാട്ടറിലും പിന്നെ മോയിസ്റ്റ് ആയിട്ടുള്ള സോയിലും ഒക്കെ എന്താണ് ഡയാറ്റംസ് കാണാവുന്നതാണ്. പിന്നെ ക്ലമൈഡോമോണസ് വേറൊരു എക്സാമ്പിളാണ്. ക്ലമൈഡോമോണസ് എന്ന് പറയുന്നത് ഒരു ആൽഗെ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരും. ആൽഗെ എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ക്ലമൈഡോമോണസ്. അപ്പോൾ ഈ ക്ലമൈഡോമോണസ് എന്ന് പറയുമ്പോൾ അതിന് ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ പച്ച നിറത്തിലാണ് ഇരിക്കുക. ആൽഗേസൊക്കെ പച്ച നിറത്തിലാണ്, എല്ലാ ആൽഗേസും അല്ല, പക്ഷേ പച്ചനിറമല്ലാത്ത ആൽഗേസും ഉണ്ട്. ഇപ്പോൾ ചിലതിന് നീല നിറമുണ്ട്. നീല നിറം വരാനുള്ള കാരണം ഫൈക്കോസയാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റാണ്. ബ്രൗൺ ആൽഗേസ് ഉണ്ട്. ബ്രൗൺ നിറം വരാനുള്ള കാരണം ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റാണ്. അതേപോലെ ചിലതിന് റെഡ് കളർ വരും, അതിന് ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെൻറ്റിൻ്റെ കണ്ടൻറ്റ് കൊണ്ടാണ്. പക്ഷേ ക്ലമൈഡോമോണസ് എന്താണ്, ഗ്രീൻ കളറാണ്, അതിന് ക്ലോറോഫിൽ കണ്ടൻറ്റ് ഉണ്ട്. ഇനി ആൽഗെ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് ബെനിഫിഷ്യലാണ്. ഒന്ന് പറയണത് അക്വാട്ടിക് ആൽഗേസ് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ എ, ഇ, അയഡിൻ, പൊട്ടാസ്യം അതിൻ്റെയൊക്കെ എന്താണ് സോഴ്സുകളാണ് ഇവർ. നമുക്കത് ഭക്ഷണം കഴിക്കുന്നത് വഴി എന്താണ് നമ്മുടെ അത്തരം വൈറ്റമിൻ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഒരു ടൈപ്പ് ഓഫ് ആൽഗയാണ്. അവരെങ്ങനെയാണ്, അവർ നമ്മുടെ സോയിലിലെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോയിലിലെ ഫെർട്ടിലിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ വഴി സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യും. നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ ബാക്ടീരിയയുടെ കേസിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി ചില ഡയാറ്റംസ്, നമ്മൾ നേരത്തെ പണ്ട് ഡയാറ്റംസ് തന്നെയാണ് ആൽഗെ വിഭാഗത്തിൽ പെട്ടതാണ്. ആ ഡയാറ്റംസ് എങ്ങനെയാണ്, അവർ സിലിക്ക, നമുക്കറിയാം സിലിക്ക ഡെപ്പോസിഷൻ അവരിലുണ്ടാവും, നമുക്ക് സിലിക്ക കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആൽഗേസിൻ്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആൽഗേസും ഏറ്റവും കൂടുതൽ നമ്മളെ അന്തരീക്ഷത്തിലേക്ക് ഓക്സിജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസിസ് നടത്തുന്നത് ആരാണ്, ആൽഗേസ് ആണ് കേട്ടോ. ഇനി അടുത്ത വിഭാഗം എന്താണ്, കിങ്ഡം ഫഞ്ചി. കിങ്ഡം ഫഞ്ചി എന്ന് പറയുമ്പോൾ അത് വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ചെറിയ ചെറിയ ഈസ്റ്റ് പോലുള്ള ഫംഗസ് മുതൽ നമ്മൾ കൂണുകൾ വരെയുള്ള പലതരത്തിലുള്ള ഫംഗസുകൾ നമുക്ക് അറിയാം. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ബെനിഫിഷ്യൽ ആണല്ലേ. നമ്മളിപ്പോൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്, ആൽക്കഹോൾ ഫെർമെൻറ്റേഷന് വേണ്ടി നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ മാവ് പുളിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഈസ്റ്റ് ഇടും അല്ലേ. ഇനി ഫംഗസിൻ്റെ മെയിൻ സാധാരണയായിട്ട് അഞ്ച് തരത്തിലുള്ള ഫംഗസുകളാണുള്ളത്.
ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ്, ഡ്യൂറ്റീരിയോമൈസെറ്റ്സ് ആൻഡ് മിക്സോമൈസെറ്റ്സ്. 5 ടൈപ്പ് ഫംഗസുകളാണുള്ളത്. ഫൈക്കോമൈസെറ്റ്സ്, ആസ്കോമൈസെറ്റ്സ്, ബെസിഡിയോമൈസെറ്റ്സ്, ഡ്യൂറ്റീരിയോമൈസെറ്റ്സ്, മിക്സോമൈസെറ്റ്സ്. അപ്പോൾ ഫംഗസും ഇതുപോലെ തന്നെ നമുക്ക് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണമെന്ന് പറയുമ്പോൾ എന്താണ്? എഡിബിളാണ്. ഇപ്പോൾ നമ്മൾ അഗാരിക്കസ്, കൂണുകൾ, പാൽക്കൂണ്, ചിപ്പിക്കൂൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഡിബിളായിട്ടുള്ള ഫംഗസുകളുണ്ട്. പിന്നെ എന്താണ്? നമ്മളെ ഫെർമെൻറ്റേഷൻ, ബ്രെഡ് ഉണ്ടാക്കാനായിട്ടും ബിയർ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള ഫെർമെൻറ്റേഷനൊക്കെ നമ്മൾ ഈസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഒരു ഫംഗസാണ്. പിന്നെ പെനിസിലിൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പെനിസിലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ പെനിസീലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഫംഗസിൻ്റെ എന്താണ് ഗുണങ്ങളായിട്ട് നമുക്ക് ബെനിഫിഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതാണൊരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ. ബാക്ടീരിയ കണ്ട, ബാക്ടീരിയയ്ക്ക് ഏറ്റവും പുറത്തൊരു സെൽ വോൾ ഉണ്ട്. അതിൻ്റെ ഉള്ളൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. അപ്പോൾ സെൽ വോളിലെ മെയിൻ കമ്പോണൻ്റ് ആണ് എന്ത്? പെപ്റ്റിഡോ ഗ്ലൈക്കൺ എന്ന് പറയുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ DNA ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ മെയിനായിട്ട് അതിൻ്റെ ലോക്കോമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിപ്പ് ലൈക്ക് ചാട്ടവാറ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ നമുക്ക് സൈറ്റോപ്ലാസം, അതായത് സെൽ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സൈറ്റോപ്ലാസം. പിന്നെ റൈബോസോം, ഗ്രാന്യൂൾസ് ഇതൊക്കെ ഇതിൽ കാണാം. അപ്പോൾ മെയിനായിട്ട് എന്താണ്? ഒരു സെൽ വോൾ ഉണ്ട്, അതിനുള്ളൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്. സെൽ വോളിലെ മെയിനായിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ആണ്. ലോക്കോമോഷന് വേണ്ടിയിട്ട് ഒരു ഫ്ലജെല്ലം ഉണ്ടായിരിക്കും. ഒരു ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് DNA ആണ്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പാർട്ടാണ് സൈറ്റോപ്ലാസം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് മെയിനായിട്ട് ബാക്ടീരിയയിൽ വരാറുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കും, ഡ്രോ എ നീറ്റ് പിക്ചർ ഓഫ് ബാക്ടീരിയ ആൻഡ് എന്താണ് ലേബൽ ദീസ് പാർട്സ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ DNA അല്ലെങ്കിൽ അതിൻ്റെ സെൽ മെംബ്രെയിനോ അങ്ങനെയൊക്കെ ആയിട്ട് ചോദിക്കാം. വളരെ റെയറായിട്ടാണത് ചോദിക്കാവുന്നത്. ഇതാണ് അമീബയുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ അമീബയ്ക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് സ്യൂഡോപോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്യൂഡോ എന്ന് പറഞ്ഞാൽ ഇല്ല, പോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകാലുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവർ ലോക്കോമോഷന് വേണ്ടിയിട്ട് ഇതേ സെല്ല് തന്നെയാണ് പല രൂപത്തിൽ മാറ്റിയിട്ട് അവർ ലോക്കോമോഷനും നടത്തുന്നത്. അപ്പോൾ അതിനൊരു സ്യൂഡോപോഡിയ ഉണ്ടായിരിക്കും. പിന്നെയുള്ളത് കോൺട്രാക്റ്റൈൽ വാക്യൂള്, വേസ്റ്റ് മെറ്റീരിയൽസ് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് പിന്നെ അത് ബേസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കളയാണ് ചെയ്യുക. പിന്നെ ഫുഡ് വാക്യൂള്, പിന്നെ എക്ടോപ്ലാസം, അതായത് ഭക്ഷണത്തിന് അകത്തേക്ക് ഇവരിങ്ങനെ എടുക്കും. ഇവിടെ ഒരു ഫുഡ് പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കണ്ട ഒരു ഫുഡ് പാർട്ടിക്കിൾസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആ ഒരു ഷേപ്പ് വളച്ചിട്ട് ആ ഫുഡ് പാർട്ടിക്കിൾസിനെ അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റും, അകത്തേക്കാക്കും. അതിന് ശേഷമാണ് അതിനെ പതുക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു അമീബയുടെ സ്ട്രക്ചർ. ഫംഗസ് നമുക്ക് ദോഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഡിസീസ് കോസിങ് ആണ്. ബാക്ടീരിയയുടെ പോലെ തന്നെ എന്താണ് ഫംഗസ്? ഡിസീസ് കോസിങ് ആണ്. റിംഗ് വേം, വട്ടച്ചൊറി എന്ന് പറയും, അത്ലറ്റ്സ് ഫൂട്ട്, ഇതൊക്കെ എന്താണ് ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ്. ഇനി ഇതൊക്കെയാണ് ഫംഗസ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ. അപ്പോൾ ബ്രെഡിലൊക്കെ കാണുന്നൊരു ഫംഗസാണ് റൈസോപ്പസ് എന്ന് പറയാം. നമ്മൾ ബ്രെഡൊക്കെ പൂത്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി വടി പോലെ അതൊന്നൊരു ഉണ്ടയായിട്ട് നിൽക്കുന്ന അതൊരു ടൈപ്പ് ഫംഗസാണ്. അതിൻ്റെ പേരാണ് റൈസോപ്പസ് എന്ന് പറയാം. അപ്പോൾ ഇതിൽപ്പെട്ട ഫംഗസുകളിലൊക്കെയും എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് നടക്കുക. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് അറിയില്ലേ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് ഇല്ലാതെ എന്താ നടക്കുക? റീപ്രൊഡക്ഷൻ നടക്കുക. അത് ഇപ്പോൾ വെജിറ്റേറ്റീവ് ഏതെങ്കിലും പാർട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ട്, ഇപ്പോൾ ഫംഗസിൽ തന്നെ ഇപ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ ബഡ്ഡിങ് എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് വരുന്നത്. ബഡ്ഡിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈസ്റ്റിൻ്റെ ബോഡി അതിലിങ്ങനെ ചെറിയ കുമിളകൾ ഉണ്ടാവും. ആ ഓരോ കുമിളകളും അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് അടർന്നു പോയിട്ട് എന്താണ് അത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് അല്ലെങ്കിൽ പുതിയൊരു ജീവിയായിട്ട് വളരുക. അതിനെയാണ് ബഡ്ഡിങ് എന്ന് പറയാം. ഇനി നമ്മൾ ബാക്ടീരിയയുടെ കേസ് പറഞ്ഞു അല്ലേ? ഫിഷൻ, ബൈനറി ഫിഷൻ, അത് ഈക്വലായിട്ട് ആ പ്ലാന്റ് ബോഡി അല്ലെങ്കിൽ പ്ലാന്റ് ബോഡി അല്ല, ആ ബാക്ടീരിയൽ ബോഡി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോന്നും പുതിയൊരു ഓർഗാനിസമായിട്ട് മാറും. അവർ പിന്നെ ഡിവൈഡ് ചെയ്ത് പോകും. അതൊക്കെയാണെന്ന് നമ്മൾ ചെടികളുടെ കേസ് പറയുകയാണെങ്കിലും നമ്മൾ ഒടിച്ചു കുത്തുക, അതൊക്കെ എന്താണ്
ആകെ ഒരു അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷൽ മോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, മെയിൽ ഗ്യാമറ്റ്സും ഫീമെയിൽ ഗ്യാമറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട് എന്തുണ്ടാവുക, പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ പുതിയ ചെടികൾ പുതിയ ഓർഗാനിസം ഉണ്ടാവുക. ഇതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ റൈസോപ്പസ് ഫംഗസിലൊക്കെ എന്താണ്, നമ്മളെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഈ താഴെ വരുന്ന കിങ്ഡംസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, മെയിനായിട്ട് കാണാൻ പറ്റുന്നത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ഫംഗസൊക്കെ ആണെങ്കിൽ എന്താണ്, ഈ റൈസോപ്പസിലൊക്കെ ആണെങ്കിൽ സ്പൊറാഞ്ചിയ ഉണ്ടാവും. അപ്പോൾ ഒരു വടി, ആ വടിയുടെ മുകളിലൊരു ചെറിയ ഉണ്ട നമുക്ക് ശ്രദ്ധിച്ച് കാണും, പൂത്ത ബ്രെഡൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അത് സ്പൊറാഞ്ചിയാണ്, അതിനുള്ള ഒരു ധാരാളം സ്പോറുകളുണ്ട്. അത് പാകമാവുന്ന സമയത്ത് അത് പൊട്ടുമ്പോൾ എന്താ സംഭവിക്കുക, ആ സ്പോറുകൾ പുറത്തേക്ക് ലിബറേറ്റ് ആവും. എന്നിട്ട് അത് മുളച്ചിട്ട് പുതിയ പുതിയ ഫംഗസുകളായിട്ട് മാറും. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. കിങ്ഡം മൊണീറ ഉണ്ട്, പ്രോട്ടോക്ടിസ്റ്റ ഉണ്ട്, പിന്നെ പഞ്ച ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോന്ന് നോക്കുക. ചിത്രങ്ങളുണ്ട്, ചിത്രങ്ങൾ നമ്മൾ വരച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. വളരെ റെയറായിട്ടൊക്കെ ഇതിൽ നിന്ന് ചോദിക്കാം. ഇനി മുന്നോട്ട് പോകും തോറും ചിത്രങ്ങൾ ചോദിക്കാൻ നമുക്ക് നല്ല ഉറപ്പുള്ള ചിത്രങ്ങൾ, ലെങ്സ്, ഹാർട്ട്, അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് വരുന്നുണ്ട്. ഇതിലും കാണുന്ന ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ നമുക്ക് മാക്സിമം വരച്ച് പഠിക്കാം. ബയോളജിയിൽ അങ്ങനെയാണ്, ഒരു ക്വസ്റ്റ്യനെങ്കിലും എന്താണ് ചിത്രം ഡ്രോ ആൻഡ് ലാബൽ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നമ്മൾ ചിത്രം വരച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ വരയ്ക്കാനുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അമീബയുടെ, ഡയാറ്റംസ്, ബാക്ടീരിയ അങ്ങനെയുള്ളതൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് പഠിക്കണം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഇപ്പോൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. താങ്ക് യു.